ഞങ്ങളെ കല്യാണിയുടെ വീട്ടിൽ കല്യാണി ഒരു വിഭവസമർത്ഥമായ സദ്യ ഒരുക്കി. നമ്മുടെ കല്യാണിമൻ എന്ന് ഇവനാ ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഇവൻ വല്ലപ്പോഴും എനിക്കും കൂടെ തരണ്ടേ. ജോസിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ജോസിന് എനിക്ക് ജോസിന് പിന്നെ ജോർജ് സാർ മറ്റേ ഇതിനകത്ത് ജോർജ് സാർ എന്നല്ലയോ മറ്റേ ഇതിനകത്തുള്ള വിഭവങ്ങൾ നോക്കിയാട്ടെ. ഇങ്ങോട്ട് കാണിച്ചാട്ടെ. കണ്ടോ എന്തൊക്കെ വിഭവങ്ങളാണ് ഇവൻ്റെ ഈ സാരമായ ജീവിതത്തിൽ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. സാരമായ ജീവിതം അവൻ്റെ നിസ്സാരമല്ല, സാരമായ ജീവിതത്തിൽ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. ഇതിന് ഭയങ്കരമായിട്ട് നന്നായി നടന്നു. അന്നേരം ഞാനും എൻ്റെ ഭാര്യയും മൂക്കുമുട്ട കഴിച്ചു. എനിക്കിപ്പം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ബീഫ് പ്രിപ്പറേഷൻ വിളിച്ചേ. ബീഫ് നോക്കി ഇങ്ങോട്ട് കാണിക്കണേ. ബീഫ്, ചിക്കൻ, മീൻ വറുത്തത്, ഇതൊക്കെ നോക്ക്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ആർക്കും വേണ്ട. പ്രൊപ്പറേറ്റർ ഇങ്ങോട്ട് ഞങ്ങളുടെ പറയിക്കുക. ഇങ്ങനെ പ്രൊപ്പറേറ്റർമാർ. ഇത് കല്യാണിയുടെ ഭാര്യ, കല്യാണിയുടെ മോനെ കണ്ടില്ല, അവനെങ്ങാണ്ട് ചാടി നടക്കുക. അന്നേരം ഞങ്ങൾക്ക് വിഭവസമർത്ഥമായ ആഹാരം കൊടുത്തു. ഞാൻ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇവനെ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് ചെറുതായിട്ടാകുന്നു. ചെറിയ സാധനം നമുക്ക് തന്നു. ചെറുതിട്ട് വലുത് പിടിക്കുന്ന അവൻ്റെ പരിപാടി. മനസ്സിലായോ? ചെറുതിട്ട് വലുത് പിടിക്കാനുള്ള പരിപാടിയാണ് അവൻ്റെ. മനസ്സിലായോ? എന്തായാലും നന്നായി, സന്തോഷമുണ്ട്. അന്നേരം ഒരു സന്ധ്യാനേരം നന്നായിട്ട് ഞങ്ങൾക്ക് നല്ല ആഹാരം തന്നു. വയറ് നിറയെ ആഹാരം തന്നു. ഒരു നന്ദി എപ്പോഴും ഇപ്പോൾ കല്യാണിയോടുണ്ട്. അന്നം അല്ല ഏതാ അന്നമാണ് ഏറ്റവും വലിയ പറഞ്ഞു. എന്തു ആയിക്കോട്ടെ, അന്നമാണ് എല്ലാത്തിനും മുഖ്യം. ആദ്യം അന്നമാണ് വേണ്ടത്. ശരി, നന്ദി.